ന പുമാൻ മാമുപവ്രജ്യ ഭൂയോ യാചിതുമർഹതി. എൻ്റെ മുന്നിൽ കൈ നീട്ടിയ ഒരാൾ ഇനി മേലാൽ യാചിക്കരുത് എന്ന് പറഞ്ഞ അർത്ഥം കൈവെട്ടുന്നതാണോ? അല്ലല്ല, അയാൾക്ക് യാചിക്കേണ്ട അവസ്ഥ ഈ ബലി ഉണ്ടാക്കില്ല അതാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് എൻ്റെ മുന്നിൽ കൈ നീട്ടി നീ ഇനി മേലാൽ യാചിക്കാൻ പാടില്ല. ഭഗവാൻ പറഞ്ഞു അതില്ല, എന്തായാലും നിർത്തി, ഇതോടുകൂടി ഞാൻ ഈ ഏർപ്പാട് നിർത്തി. അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ യാചിക്കില്ല. ആ ഗോപികമാർ ചോദിച്ചു, ഒന്ന് കൈ നീട്ടിയാൽ പോരെ കൃഷ്ണൻ, ഞങ്ങൾ വെണ്ണ തരില്ലേ, നീ വന്നിട്ട് കക്കണത് എന്തിനാണ്? ഭഗവാൻ പറഞ്ഞത് ഇതാ, മമഖലു ബലിഗേഹേ യാചനം ജാതമാസ്താം ഇഹതു പുനരബലാനാമഗ്രതോ നൈവ കുറുവേ. ഈ ബലിയെങ്ങാനും ഞാൻ നിങ്ങളുടെ ഇടയപ്പെണ്ണുങ്ങളടുത്ത് പോയി കൈ നീട്ടിയെന്ന് അറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കും. അയാൾക്ക് അന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെന്ത്, ഇനിയില്ല, ഇത് അവസാനത്തെ. അതുകൊണ്ട് കക്കുകയാണ്. ബലി ഇവിടെ പറയാണ്, ന പുമാൻമാമുപവ്രജ്യ ഭൂയോ യാചിതുമർഹതി തസ്മാത് വൃത്തികരീം ഭൂമിയും. എത്ര വേണോ ചോദിച്ചോളൂ. ഇപ്പോൾ ഈ ചോദിച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല, തൻ്റെ അവസരം നഷ്ടപ്പെട്ടു വിചാരിക്കേണ്ട. താൻ ധാരാളമായിട്ട് ചോദിക്കുക, ഒരു ഭാഗത്ത് മാറിയിരിക്കുക, അറിവുള്ളവരോടൊക്കെ അന്വേഷിക്കുക, എന്നിട്ട് ചോദിക്കുക എത്രയാണ് വേണ്ടതെന്ന്. കാരണം ഭാവിയിൽ നിനക്ക് തോന്നരുത് എന്ത്, ആ ബലിചക്രവർത്തിയുടെ മുന്നിൽ പോയിട്ട് ഞാൻ ചോദിച്ചതേ 3 അടി മണ്ണ്, എൻ്റെ അത്ര വിഡ്ഢി ലോകത്ത് വേറെ ഉണ്ടോ? അന്ന് കുട്ടിക്കാലമാണ്, അതുകൊണ്ട് അറിയില്ലായിരുന്നു. ഇപ്പം കല്യാണം കഴിച്ചു കുട്ടളൊക്കെ ആയപ്പോഴല്ലേ പ്രാരബ്ധം മനസ്സിലാവണത്, കാശിനുള്ള ബുദ്ധിമുട്ടറിയണതേ. അന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എന്ന് തനിക്ക് പിന്നീട് തോന്നും. അതുകൊണ്ട് അറിവുള്ളവരോടൊക്കെ പ്രായമുള്ളവരോടൊക്കെ അന്വേഷിച്ചിട്ടേ നല്ലോണം കണ്ട് ചോദിക്കുക. എനിക്കില്ല കരുതി ചോദിക്കാണ്ടിരിക്കേണ്ടെന്നർത്ഥം. ഇത്രയും അങ്ങോട്ട് കേട്ട സമയത്ത് ആ ബലിയുടെ അഹന്ത ഇല്ലാണ്ടിയാക്കാൻ വേണ്ടി ഭഗവാൻ ചിലത് പറയുകയാണ്. ഇതാണ് ഈ കഥയുടെ താല്പര്യം. ഭഗവാൻ പറഞ്ഞ വാക്കുകൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത്രയും മനസ്സിലാക്കാനുള്ളൂ ഈ ഒരു കഥയിൽ. ഭഗവാൻ പറഞ്ഞു, അല്ലയോ മഹാബലേ, ത്രിഭിക്രമൈഹി അസന്തുഷ്ട. ഒന്ന് ഞാൻ പറയട്ടെ, 3 അടി കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കാത്തവനെ 3 ലോകം കിട്ടിയാലും തൃപ്തിയാവില്ല. 10 ഉറുപ്യ കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്നവനെ 10 കോടി കിട്ടിയാലും, ഇതാണ് നിയമം. അല്ലാത്തവൻ എന്ത് കിട്ടിയാലും തൃപ്തിയാവുന്നില്ല. തൃപ്തി എന്ന് പറഞ്ഞത് അകത്താണോ പുറത്താണോ? ഒരുവിധ ആൾക്കാരുടെയൊക്കെ വിചാരം പുറത്താന്നാ. ആര് പറഞ്ഞു? തൃപ്തി എന്ന് പറഞ്ഞത് ശരിക്ക് അകത്താണ്. കുറച്ച് കിട്ടിയാലും തൃപ്തിപ്പെടാൻ പഠിക്കുക, അതാ വേണ്ടത്. ത്രിഭിക്രമൈഹി അസന്തുഷ്ട ദ്വീപേനാപി ന പൂജ്യത്തെ. 3 അടി കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കാത്ത ആൾക്ക് 3 ലോകം കിട്ടിയാലും സന്തോഷമാവില്ല. എത്രയോ രാജാക്കന്മാർ എന്തൊക്കെ നേടി, അവരൊക്കെ സന്തോഷിച്ചിട്ടാണോ പോയത്? ആണോ? വലിയ വലിയ കേമന്മാർ എത്രയോ രാജ്യങ്ങൾ സമ്പാദിച്ചു, വലിയ തറവാട് വെച്ചു, വലിയ കെട്ടിടം വലിയതൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് എന്താ, അതൊക്കെ മ്യൂസിയമായിട്ട് മാറി. അവരുടെ പരമ്പര നിലനിൽക്കുന്നൊക്കെയാണ് വിചാരിച്ചത്. ഇതൊക്കെ എന്നാ എവിടെ? ഇതൊക്കെ എവിടെ പോയി? അവരെവിടെ? അവരെ പേരിന് നമുക്ക് ഓർമ്മ ഉണ്ടോ? അവരൊക്കെ പടായി, അവരൊക്കെ തൂങ്ങി ചമരുമ്പിൽ. അത്രയേ ഉള്ളൂ. ആർക്കും അറിയണമെന്നില്ല, ആരും അറിയാതെ പോയി ആണ്. അങ്ങനെയല്ലേ ഉണ്ടായത്. എന്നാൽ അവരുടെ സങ്കല്പം എന്തായിരുന്നു? എന്തൊക്കെ വെട്ടിപ്പിടിച്ചു, എന്തിന്? അതുകൊണ്ട് തൃപ്തി എന്ന് പറഞ്ഞത് പുറത്തല്ല, അകത്താണ്. യാദൃച്ഛികമായത് കൊണ്ട് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുക വേണ്ടത്. വലിയൊരു കഴിവാണ്. യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക, അത് പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ വിഷമം ഉണ്ടാവുക. ഒരു കാലത്തും തൃപ്തി ഉണ്ടാവില്ല. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ 1000 മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും. ഇത് തീരുമോ? 10 കിട്ടുമ്പോൾ 100 ആയാൽ മതി. 100 ആകുമ്പോൾ 500 റുപ്യ കിട്ടിയാൽ നന്നായിരുന്നു. 500 കിട്ടിയപ്പോൾ ഒരു 200-500 വയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ? ഇത് തീരലായിട്ടുണ്ടാവില്ല. നേരെ മറിച്ചൊരു 10 റുപ്യ കിട്ടിയാൽ 10 റുപ്യ ഭാഗ്യം എന്ന് കണക്കാക്കുകയാണെങ്കിലോ. ഒരമ്മയ്ക്ക് ഒരു ഗ്ലാസ് പാൽപ്പായസം കിട്ടി. അമ്മയ്ക്ക് 2 മക്കളാണ്, 2 പേർക്ക് തുല്യമായിട്ട് കൊടുക്കണ്ടേ? വീട്ടിൽ കൊണ്ടുപോയി 1/2 ഗ്ലാസ് പാൽപ്പായസം 1/2 ഗ്ലാസ് പാൽപ്പായസം 2 പേർക്കും കൊടുത്തു. 2 പേരും നോക്കി. ഒരാൾ 1/2 ഗ്ലാസ്സേ ഉള്ളൂ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു തട്ട്. മറ്റേ കുട്ടിയോ 1/2 ഗ്ലാസ്സോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എടുത്തങ്ങോട്ട് കുടിച്ചു. ആരാപ്പം നന്നായത്? അത് ഒരുത്തൻ ഉള്ള 1/2 ഗ്ലാസ് കണ്ടു, മറ്റവനോ ഇല്ലാത്ത 1/2 ഗ്ലാസ് കണ്ടു. എന്ത് കാണണം നമുക്ക് തീരുമാനിക്കാം. തുല്യമാണ്. ഇവിടെ സമയം തുല്യ, 24 മണിക്കൂറാണ് എല്ലാവർക്കും. എല്ലാവരും ഒരേ ഭൂമിയിൽ തന്നെയാണ്. ചിലർ സന്തോഷിക്കുന്നു, ചിലർ സന്തോഷിക്കുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ്? കാഴ്ചയുടെ കുഴപ്പമല്ല, കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്നാണ് ഇപ്പം വാമനമൂർത്തി പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കൂ. എന്താണോ കിട്ടിയത് അത് ഭഗവാന്റെ നിശ്ചയം. ഇതിനുള്ള ജോലിയാണ് ഞാൻ ചെയ്തത്, അത് കിട്ടി, അത് ഭഗവാന്റെ പ്രസാദം എന്ന് കണ്ട് അനുഭവിക്കുക വേണ്ടത്. അതുകൊണ്ട് അങ്ങ് നിർബന്ധിക്കേണ്ട. യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന ബ്രാഹ്മണൻ്റെ ചൈതന്യമാണ് വർദ്ധിക്കുക. ആർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ക്യാൻസർ പോലെയാണ്.
മറ്റൊരു പിന്നെയും കീമോ ഒക്കെ ഉണ്ട്, ഇതിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇത് തീരലായിട്ടുണ്ടാവില്ല, തൽക്കാലം പോലും അടക്കി വയ്ക്കാൻ പറ്റില്ല. എത്ര കിട്ടിയാലും പോരാ തോന്നും. ഇല്ലെങ്കിൽ ഇല്ല എന്നല്ലേ ഉള്ളൂ. കുറച്ചുണ്ടായാലോ ഇനി വേണം തോന്നും. അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം, അത് ഇരട്ടിപ്പിക്കാനുള്ള ശ്രമം, നേരാവണ്ണം പറ്റിയില്ലെങ്കിൽ അന്യായമായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ബന്ധങ്ങളൊക്കെ ശിഥിലമാവും. പണം എന്നുള്ള വിചാരം മാത്രമാവും. ഭഗവാൻ നിന്ന് വിട്ടു പോവും. സ്നേഹത്തിന് വില കൽപ്പിക്കാതെയാവും. പണത്തിൻ്റെ പേരിലല്ലേ ബന്ധുക്കൾ തമ്മിൽ കലഹം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഭക്തന്മാരൊക്കെ ദാരിദ്ര്യമാണ് ഇഷ്ടപ്പെടുക. അതൊരു ഐശ്വര്യ. എന്താണ് വിരോധാഭാസമായിട്ട് തോന്നണ്ട അത്.